ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റുബിക്സ് ക്യൂബ് എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം റുബിക്സ് ക്യൂബിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ റുബിക്സ് ക്യൂബിൽ 3 സെക്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സെൻറ്ററാണ്. അപ്പോൾ റുബിക്സ് ക്യൂബിന് 6 സെൻറ്റേഴ്സാണ് ഉണ്ടാവില്ല, 6 സെൻറ്റർ ഉണ്ടാവും. വൈറ്റ്, യെല്ലോ, ബ്ലൂ, ഗ്രീന്, ഓറഞ്ച്, റെഡ്. ഈ ഒരു 6 സെൻറ്റേഴ്സും ഒരിക്കലും അതിൻ്റെ പൊസിഷൻ മാറുകയില്ല. അതായത് റെഡിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഓറഞ്ച് ആയിരിക്കും, അതേപോലെ വൈറ്റിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും യെല്ലോ ആയിരിക്കും, അതേപോലെ ബ്ലൂവിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ഗ്രീൻ ആയിരിക്കും. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് എഡ്ജസ് ആണ്. ഒരു 3x3 റുബിക്സ് ക്യൂബിൽ 12 എഡ്ജസ് ആണ് ഉണ്ടാവുക, 12 എഡ്ജസ്. അപ്പം 12 എഡ്ജസും അതേ പൊസിഷനിൽ തന്നെയാണ് ഉണ്ടാവില്ല. അതായത് നമുക്കൊരു എഡ്ജ് കൊണ്ട് പോയിട്ട് കോർണറാക്കാൻ പറ്റില്ല, അതേപോലെ ഒരു കോർണർ നമുക്ക് എഡ്ജാക്കാൻ പറ്റില്ല. അപ്പോൾ എഡ്ജസ് എന്തായാലും എപ്പോൾ എഡ്ജസ് ആയിട്ട് ഉണ്ടായി, അതായത് എല്ലാ എഡ്ജസും 2 കളറാണ് ഉണ്ടായി. മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് കോർണേഴ്സാണ്. കോർണർ ഒരു റുബിക്സ് ക്യൂബിൽ 8 ഉണ്ട്. കോർണർ 3 കളർ ഉണ്ടാവും. നമുക്ക് കോർണർ എഡ്ജാക്കി മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഷഫിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഒരു കളർ ചൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ ചൂസ് ചെയ്തത് വൈറ്റ് കളറാണ്. അപ്പോൾ ഈ വൈറ്റിൻ്റെ ഈ ഒരു പ്ലസ് നമ്മൾ ആക്കണം, എഡ്ജസ് വെച്ചിട്ട് ഈ ഒരു പ്ലസ്, അതേപോലെ ഇതിൻ്റെ സൈഡ് കളേഴ്സും മാച്ചിങ് ആവണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു എഡ്ജ് എടുക്കാം, വൈറ്റ് എഡ്ജ്. അപ്പോൾ വൈറ്റിൽ ഒരു എഡ്ജാണ് ഈ സൈഡിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു എഡ്ജിൻ്റെ വൈറ്റ് നമ്മൾ കണക്ട് ചെയ്ത്, പക്ഷേ ഗ്രീൻ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഗ്രീൻ നമുക്ക് ഇവിടെ സൈഡിലുണ്ട്. അപ്പോൾ ഇതിന് തിരിച്ചാൽ ഗ്രീൻ കണക്ട് ആയി. അപ്പോൾ ഇവിടെ ഗ്രീനും കണക്ട് ആയി, വൈറ്റും കണക്ട് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ എഡ്ജ് തപ്പാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാം രണ്ടാമത്തെ എഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ എഡ്ജിൽ വൈറ്റും ഓറഞ്ചും ആണ്. അപ്പോൾ ഈ ഓറഞ്ച് നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്യാം. വൈറ്റ് കണക്ട് ചെയ്യാൻ മുന്നേ മറ്റേ കളർ നമ്മൾ ഫസ്റ്റ് കണക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ച് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് ഓറഞ്ച്, അത് ആ ഒരു പീസ് ഇടയില്ലത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ താഴെ കൊണ്ടുവരാൻ, എന്നിട്ട് ഇതിനെ ഇപ്പുറത്ത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഓറഞ്ച്, ഇവിടെ ഓറഞ്ച്. അപ്പോൾ ഇതൊന്ന് നമ്മൾ മുകളിലേക്ക് തിരിക്കുകയാണെങ്കിൽ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ അതിനെ വൈറ്റ് കണക്ട് ചെയ്യാൻ നമ്മൾ ഇവിടെ വൈറ്റ്. അപ്പോൾ ഒന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്താൽ മതി. അപ്പോൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈറ്റും അതേ ഓറഞ്ച് ഓറഞ്ച്. പക്ഷേ നമുക്ക് മുമ്പ് ഉണ്ടായ വൈറ്റും ഗ്രീനും പോയി. പക്ഷേ വൈറ്റും ഗ്രീനും നമ്മൾ ഉണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ. അപ്പോൾ അതേപോലെ 2 എണ്ണമായി, വൈറ്റ് ഗ്രീന്, വൈറ്റ് ഓറഞ്ച്. ഇനി നമുക്ക് തേർഡ് കണ്ടുപിടിക്കാം. തേർഡ് ഉള്ളത് ഇവിടെയാണ്. ഇത് റെഡും റെഡുമാണ്. റെഡ് അതിന് തൊട്ട് മുകളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാൻ. അപ്പോൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്താൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം മുകളിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് ടേൺ ചെയ്താൽ റെഡ് കണക്ട് ചെയ്യും. അപ്പോൾ ഇനി വൈറ്റ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ മുകളിലേക്ക് ടേൺ ചെയ്താൽ മതി. അപ്പോൾ വൈറ്റും കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നമുക്ക് 2 ഓൾറെഡി ഉണ്ടായിനി, ഇപ്പോൾ 2 എണ്ണമായി. അപ്പോൾ 3 വേണം. അപ്പോൾ മൂന്നാമത്തെ ഗ്രീനാണ്. അപ്പോൾ ഗ്രീന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇപ്പോൾ 3 എണ്ണമായി. 3 വൈറ്റ്, ഗ്രീന്, റെഡ്, ഓറഞ്ച്. ഇനി നമുക്ക് ഫോർത്ത് കണ്ടുപിടിക്കാം. ഫോർത്ത് ഉള്ളത് ഇതാണ്, വൈറ്റും ബ്ലൂവും. പിന്നെ നമുക്ക് ആദ്യം ബ്ലൂ കണക്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ താഴെ കൊണ്ടുവന്നിട്ട് ഇത് ഇടാനായിട്ട് ഇത് തിരിച്ച് നമുക്ക് അടുത്തേക്ക് വെക്കാം. അപ്പോൾ ബ്ലൂവും വൈറ്റും. അപ്പോൾ ബ്ലൂ നമുക്ക് ഇവിടെയുള്ളത്. അപ്പോൾ ഇങ്ങനെ തിരിച്ചാൽ നമുക്ക് ബ്ലൂവും കണക്റ്റായി. അപ്പോൾ നമുക്ക് വൈറ്റും കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് തിരിക്കാൻ. എന്നിട്ട് വൈറ്റും കണക്റ്റായി. ഇനി നമുക്ക് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. പക്ഷെ നമ്മളെ ഓറഞ്ച് മിസ്, അത് സൈഡിലുണ്ട്. അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ നമുക്കിവിടെ +ആയി. ഓക്കെ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ വൈറ്റ് ഫിനിഷ് ആക്കി, അതായത് നമ്മൾ സൈഡും കണക്റ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് വെച്ചാൽ ഫസ്റ്റ് ലെയർ ആക്കണം. നമുക്ക് 3 ലെയേഴ്സായിട്ടാണ് റുബിക്സ് ക്യൂബ് ഉണ്ടാവല്. 1 2 3. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ലെയർ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ കോർണർ വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോർണർ പിടിക്കാം. അപ്പോൾ ഈ നമ്മൾ വൈറ്റ് മുകളിൽ വെച്ചിട്ട് കോർണർ നമ്മൾ 3rd ലെയറിൽ വേണം. ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ നമുക്ക് ഇവിടെ കാണാൻ നമുക്ക് 3rd ലെയർ ഒരു വൈറ്റ് ഉണ്ട്, അതേപോലെ മുകളിലാണ് വൈറ്റ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി 2 കളർ നോക്കാം, അതായത് ഓറഞ്ച് ഗ്രീന്. അപ്പോൾ നമുക്ക് സെൻറ്റേഴ്സിൻ്റെ ഓറഞ്ചും ഗ്രീനിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് കൊണ്ടേക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഓറഞ്ച് ഗ്രീനിൻ്റെ നടുക്ക് കൊണ്ടത്. അപ്പോൾ ഓറഞ്ച് ഗ്രീൻ നമുക്ക് ഇവിടെ. അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് ഇവിടെയാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡിലായത്, അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്കൊന്ന് ടേൺ ചെയ്യാൻ 3rd ലെയർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡ് താഴെ കൊണ്ടുവരാൻ, എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി തിരിച്ച് അതേപോലെ കൊണ്ടുവരാൻ. അപ്പോൾ ഇത് കണക്റ്റായി. ഇനി ഇത് മുകളിലേക്ക് കൊണ്ടായാൽ നമുക്ക് ഇവിടെ കാണാം ഈ കോർണർ നമുക്ക് ഇവിടെ എത്തി. ഓറഞ്ച് ഗ്രീന് വൈറ്റ്. അപ്പോൾ അതേപോലെ നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ബ്ലൂവും ഓറഞ്ചും ആണ്. ബ്ലൂവും ഓറഞ്ചും നമുക്ക് ഇടയ്ക്ക് കൊണ്ടേക്കാം. അപ്പോൾ ഇവിടെ ബ്ലൂവും ഓറഞ്ചും ആയി. അപ്പോൾ ബ്ലൂ ഇവിടെ ഉണ്ട്, അതേപോലെ ഓറഞ്ച് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണല്ലോ, അപ്പോൾ നമുക്ക് റൈറ്റിൽ ടേൺ ചെയ്യാം, ലെഫ്റ്റ് താഴെ കൊണ്ടുവരാം, റൈറ്റ് തിരിച്ച് ലെഫ്റ്റിലേക്ക് തന്നെ ആക്കാം, മുകളിലേക്ക് ഒന്നിക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റായി. ഇനി നമുക്ക് 2 പീസും കൂടി ഉണ്ട്. അപ്പോൾ ഒന്ന് ഇവിടെയുള്ളത്, ഒന്ന് അതേപോലെ ഇവിടെയുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതാക്കാം. അപ്പോൾ ഇത് ഗ്രീനും റെഡും ആണ്. അപ്പോൾ ഗ്രീന് റെഡിൻ്റെ സെൻറ്ററിലേക്ക് കൊണ്ടേക്കാം. അപ്പോൾ ഗ്രീന് റെഡ് അതിൽ വൈറ്റ്. അപ്പോൾ ലെഫ്റ്റിലുള്ളത്, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ആക്കിയിട്ട് ലെഫ്റ്റ് താഴെ കൊണ്ടുവന്നിട്ട് തിരിച്ച് ലെഫ്റ്റിലേക്ക് തന്നെ ആക്കിയാൽ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യും. അപ്പോൾ ഇത് മുകളിലേക്ക് ആക്കിയാൽ ഇവിടെ പീസ് മുകളിലെത്തി. ഇനി ലാസ്റ്റ് പീസ് നമുക്ക് താഴെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ഫേസ് ഇങ്ങനെ ആക്കാൻ പാടില്ല. നമുക്ക് ഈ ഒരു സൈഡിലാണ്, താഴെ അല്ലാണ്ട് സൈഡിലാണ് വേണ്ടത്, 3rd ലെയറിൻ്റെ സൈഡിൽ. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇങ്ങനെ കൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് മാറ്റാം ലെഫ്റ്റ് സൈഡ്. ഇപ്പോൾ ഇത് റൈറ്റ് സൈഡിലേക്ക്, അതുകൊണ്ട് റൈറ്റിലേക്ക് തന്നെ മാറ്റാം. ഇത് നമുക്ക് തിരിച്ച് അതേപോലെ കൊണ്ടുവരാം. എന്നിട്ട് നമുക്ക് അതേ സ്റ്റെപ്പ് ഉണ്ടാക്കാം, ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും എടുക്കൊണ്ടേക്കാം. എന്നിട്ട് ഇതിപ്പോൾ റൈറ്റിലായില്ല, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് തിരിച്ചിട്ട് റൈറ്റ് താഴെ കൊണ്ടുവന്നിട്ട് തിരിച്ച് അതേപോലെ കൊണ്ടുവന്നിട്ട് മുകളിലാക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ 3rd സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ 2nd ലെയർ ആക്കലാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്ത കളറിൻ്റെ ഓപ്പോസിറ്റ് കളർ നോക്കണം. നമ്മൾ വൈറ്റ് ചൂസ് ചെയ്ത്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് യെല്ലോ കളറാണ്. അപ്പോൾ യെല്ലോൻ്റെ നമ്മൾ സൈഡ് നോക്കിയിട്ട് യെല്ലോ ഇല്ലാത്ത ഈ എഡ്ജസ്, ഈ ഒരു യെല്ലോൻ്റെ സെൻറ്ററിൻ്റെ സൈഡിലുള്ള 4 എഡ്ജസ്, ഇതിൽ യെല്ലോ ഇല്ലാത്ത എഡ്ജസ്, അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് യെല്ലോ ഇല്ല, റെഡും ബ്ലൂവും. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നാക്കിയിട്ട് ഈ ഒരു റെഡും കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ റെഡ് കണക്റ്റായി. ഇനിയിപ്പോൾ ബ്ലൂ നമുക്ക് റൈറ്റിലുള്ളത്, ചിലപ്പോൾ സമയത്ത് ഗ്രീന് ഇപ്പോൾ ലെഫ്റ്റിലാണ്, ചില സമയത്ത് ലെഫ്റ്റിലായിരിക്കും. ഈ ഒരു കളർ ചിലപ്പോൾ റൈറ്റിലായിരിക്കും, ചിലപ്പോൾ ലെഫ്റ്റിലായിരിക്കും. അപ്പോൾ നമുക്കിവിടെ റൈറ്റിലുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ റൈറ്റിലുണ്ട് ആദ്യം നമുക്ക് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാൻ. ഇത് മുകളിലേക്ക് ലെഫ്റ്റ് ടേൺ വെച്ചിട്ട് എന്നിട്ട് റൈറ്റ് സൈഡ് താഴെ കൊണ്ടുവരാൻ. എന്നിട്ട് അതേപോലെ നമുക്ക് നേരത്തെ ലെഫ്റ്റ് ടേൺ ചെയ്ത ഭാഗം തിരിച്ച് അതേപോലെ അതേ പൊസിഷനിൽ കൊണ്ടുവരാൻ, റെഡിനായിട്ട് കാണാൻ. ഇനി എന്താണെന്ന് വെച്ചാൽ ഇത് മുകളിലേക്ക് ആക്കാൻ. എന്നിട്ട് നമുക്കൊരു വൈറ്റ് മിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് പോലെ കോർണർ ആക്കിയാൽ സ്റ്റെപ്പ് പോലെ ഒന്ന് ലെഫ്റ്റിലേക്ക്, ഇപ്പോൾ ലെഫ്റ്റിലേക്ക്, അപ്പോൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് താഴെ കൊണ്ടതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് ആക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടെ റെഡും ബ്ലൂവും ആവും. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ സൈഡും ആക്കണം. നമുക്കൊന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഒരു പീസ് എടുക്കാം. അപ്പോൾ ഓറഞ്ചും ബ്ലൂ നമുക്ക് ലെഫ്റ്റിലായില്ല, അപ്പോൾ ലെഫ്റ്റിലായില്ല. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ റൈറ്റിലേക്ക് ടേൺ ചെയ്യുക, ലെഫ്റ്റ് താഴെ കൊണ്ടുവരിക, തിരിച്ച് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുക, മുകളിലേക്കാക്കാം. അപ്പോൾ വൈറ്റ് മിസ്പ്ലേസ്ഡ് ആവും. അപ്പോൾ ഇവിടെ നമുക്ക് വൈറ്റ് റൈറ്റിലായില്ല, അപ്പോൾ ലെഫ്റ്റ് ടേൺ ചെയ്യാം, താഴെ കൊണ്ടുവരാം, തിരിച്ച് ആക്കാം, മുകളിലേക്കാക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഓറഞ്ചും ബ്ലൂ ആയി. അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ പീസും ചെയ്യണം. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കാം, ഓറഞ്ചും ഗ്രീനും കണക്റ്റായി. ഓറഞ്ച് ലെഫ്റ്റിലായി, റൈറ്റിലേക്ക് ടേൺ ചെയ്യാം, താഴെ കൊണ്ടുവരാം, ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യാം, മുകളിലേക്കാക്കാം. അപ്പോൾ വൈറ്റ് മിസ്പ്ലേസ്ഡ്. അപ്പോൾ റൈറ്റ് ലൈനിൽ ലെഫ്റ്റ് ടേൺ ചെയ്യാം, താഴെ കൊണ്ടുവരാം, അപ്പോൾ വൈറ്റ് കണക്ട് ചെയ്യാം, മുകളിലേക്കാക്കാം.
പിന്നെ ലാസ്റ്റ് ഒരു പീസും കൂടി ഉണ്ട്. അപ്പോൾ അത് യെല്ലോ ഇല്ലാത്ത പീസ്. അപ്പോൾ ഇത് ഈടിയ തന്നെ ഇല്ലത്. ഇപ്പോൾ ഗ്രീനും നമ്മളൊന്ന് പ്ലേസ് കറക്റ്റാണ്, പക്ഷേ അതിൻ്റെ പൊസിഷൻ കറക്റ്റാണ്, പക്ഷേ ഒന്ന് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നമ്മൾ റാൻഡം പീസ് എടുക്കുക. അപ്പോൾ ഈ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു പീസാണ് ഗ്രീനും റെഡും എന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് കൊണ്ടുവരാം. അത് ഇവിടത്തേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് ലെഫ്റ്റ് ടേൺ ചെയ്യാം, താഴെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് അതേ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈടുണ്ടായ പീസ് ഇവിടെത്തും. അപ്പോൾ ഇതൊരു പീസ് നമുക്ക് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെത്തി ഗ്രീനും റെഡും. ഇപ്പോൾ ഗ്രീനും കണക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ നോർമൽ സ്റ്റെപ്പ്. ഇപ്പോൾ വൈറ്റ് മുകളിലേക്ക് ആയി. അപ്പോൾ തേർഡ് ലെയർ ആക്കാനായിട്ട് വൈറ്റ് താഴെ ഭാഗമാക്കിയിട്ട് വെക്കാൻ. അത് കഴിഞ്ഞിട്ട് ഈ ഒരു യെല്ലോൻ്റെ പ്ലസ് ആക്കുന്നത് ഫസ്റ്റ് ആക്കിയ പോലെ ഇവിടെ ഒരു പ്ലസ് ആക്കണം. അപ്പോൾ പ്ലസ് ആക്കാനായിട്ട് നമ്മൾ വൈറ്റ് ആയില്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് ആക്കിയതിന് ശേഷം ആക്കിയിട്ട് താഴെ കൊണ്ടുവരാം. അന്നേരം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിച്ച് നോക്കി ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഒരു കോർണർ, 2 എഡ്ജസ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു സൈഡ് നമ്മളെ ഭാഗത്തേക്കും, അതായത് ഒരു സൈഡ് റൈറ്റിലേക്കും ആക്കിയതിന് ശേഷം ഈ ഒരു പൊസിഷൻ പിടിച്ച് അതേ സ്റ്റെപ്പൊന്നും ചെയ്യാൻ. ഫ്രണ്ട് റൈറ്റിലേക്ക് തിരിക്കാൻ, റൈറ്റ് മുകളിലേക്ക് കൊണ്ടുവരാൻ, മുകൾ ഭാഗം ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകാൻ, എന്നിട്ട് റൈറ്റ് സൈഡ് താഴെ കൊണ്ടുവരാൻ, എന്നിട്ട് മുകൾ ഭാഗം റൈറ്റിലേക്ക് കൊണ്ടുപോയിട്ട് ഫ്രണ്ട് ലെഫ്റ്റിലേക്ക് ആക്കാൻ. അപ്പോൾ ഈ ഒരു ചെയ്താൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളെ ഭാഗത്തേക്ക് ആക്കാണ്ട് ഡയഗണി, നമ്മൾ വെർട്ടിക്കലി ആക്കാണ്ട് ഡയഗണിലാക്കാൻ. അപ്പോൾ നമ്മളെ ഭാഗത്തേക്കല്ലാണ്ട് സൈഡിലേക്ക് കൂടി പോകുന്ന രീതിയിലാക്കാൻ. എന്നിട്ട് അതേ സ്റ്റെപ്പ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. മുകളിലേക്ക് ആക്കാൻ, ലെഫ്റ്റിലേക്ക് ആക്കാൻ, താഴോട്ടേക്ക് ആക്കാൻ, റൈറ്റിലേക്ക് ആക്കാൻ. അപ്പോൾ നമുക്ക് എടുക്കണം, നമുക്ക് പ്ലസ് കിട്ടി. ഇവിടെ നമുക്ക് പ്ലസ് കിട്ടി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സൈഡ് മാച്ച് ആക്കലാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഏതെങ്കിലും 2 കളർ നമ്മൾ മാച്ച് ആക്കാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ പച്ചയും നീലയും മാച്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ നമ്മൾ റൈറ്റ് സൈഡ് മുകളിലാക്കിയ ശേഷം മുകളിൽ നമ്മൾ ലെഫ്റ്റ് ഇട്ട് 2 ഇട്ടാക്കാൻ, റൈറ്റ് താഴെ കൊണ്ടുവന്നിട്ട് മുകളിൽ റൈറ്റിലേക്ക് ഒന്നാക്കാൻ. അതിനുശേഷം റൈറ്റ് മുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ മുകളിൽ ഭാഗം റൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് വൈറ്റ് മാച്ച് ആക്കിയതിന് ശേഷം താഴോട്ടേക്ക് ആക്കാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ളത് നമുക്ക് ഏത് അഡ്ജസ്റ്റൻ്റ് ആക്കിയിട്ട് ആക്കാൻ പറ്റും. നമുക്ക് ഇവിടെ കാണാം ഗ്രീനും ഓറഞ്ചും നമുക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ ഈ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റൻ്റ് അല്ലാത്ത, അതായത് മാച്ചിങ് അല്ലാത്ത 2 ഭാഗം ഒന്ന് നമ്മളെ ഭാഗത്തും ഒന്ന് റൈറ്റ് സൈഡിലും ആക്കിയതിന് ശേഷം അതേ സ്റ്റെപ്പ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്താൽ മുകളിലേക്ക് ലെഫ്റ്റ് താഴോട്ടേക്ക് സൈഡ് മുകളിലേക്ക്. അപ്പോൾ ഇവിടെ എല്ലാം മാച്ചിങ് ആയി. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കോർണർ പീസ്, നമ്മൾ തേർഡ് ലെയറിൻ്റെ കോർണർ പീസ് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെക്കലാം. പക്ഷേ അത് റൊട്ടേഷൻ കറക്റ്റ് ആയിരിക്കില്ല, പക്ഷേ കറക്റ്റ് പൊസിഷൻ ഇരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യം ഈ ഒരു കറക്റ്റ് പൊസിഷനാണോ നോക്കാൻ. ഇപ്പോൾ ഇത് ഏതും കറക്റ്റ് പൊസിഷനിലല്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ പിടിച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ. നമ്മൾ റൈറ്റ് സൈഡ് മുകളിലാക്കിയതിന് ശേഷം മുകൾ ഭാഗം റൈറ്റിലേക്കാക്കാൻ, ലെഫ്റ്റ് സൈഡ് മുകളിലേക്കാക്കിയിട്ട് മുകൾ ഭാഗം ലെഫ്റ്റിലേക്കാക്കാൻ, എന്നിട്ട് റൈറ്റ് സൈഡ് താഴോട്ടേക്ക് ആക്കിയതിന് ശേഷം മുകൾ ഭാഗം റൈറ്റിലേക്ക് ആക്കിനും, എന്നിട്ട് ലെഫ്റ്റ് ഭാഗം താഴോട്ടേക്കാക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ സമയത്ത് ഏതെങ്കിലും ഒരു സൈഡ് മാത്രം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്കിവിടെ കാണാം ഈ ഒരു കറക്റ്റാണ് യെല്ലോ, റെഡ്, ഗ്രീൻ. അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഭാഗം കറക്റ്റായിട്ട് കിട്ടുന്നവരെ ഒന്ന് ചെയ്യാൻ. അതിന് ശേഷം ഈ ഒരു കറക്റ്റ് കിട്ടിയ ഈ ഒരു ഭാഗം നമ്മളെ ലെഫ്റ്റ് സൈഡിൽ വെക്കാൻ. നമ്മളെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ വെച്ചതിന് ശേഷം അതേ സ്റ്റെപ്പ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ. മുകളിൽ ലെഫ്റ്റ് റൈറ്റ്, മുകളിൽ ലെഫ്റ്റ് താഴോട്ടേക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താലും ചില സമയത്ത് പൊസിഷൻ ആവും, പക്ഷെ നമുക്കായില്ല. അപ്പോൾ ഒന്നും കൂടി ചെയ്ത് നോക്കാൻ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം നമുക്ക് എല്ലാ ക്യൂബ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിലെത്തി. 2 എണ്ണം അതിൻ്റെ റൊട്ടേഷൻ കറക്റ്റായി, പക്ഷേ ഇത് 2 എണ്ണം റൊട്ടേഷൻ കറക്റ്റായി.
അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇത് കറക്റ്റ് ആക്കലാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഈ ഒരു നമുക്ക് ഈ ഒരു റൊട്ടേഷൻ കറക്റ്റാണ്ട് ഒരു പീസ് നമ്മൾ റൈറ്റ് സൈഡ് വെച്ചിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ മുകളിലോട്ടേക്ക് 2 വട്ടം ലെഫ്റ്റ്, താഴോട്ടേക്ക് റൈറ്റ്, മുകളിലോട്ടേക്ക് റൈറ്റ്, താഴോട്ടേക്ക്, മുകളിലോട്ടേക്ക് 2 വട്ടം ലെഫ്റ്റ്, താഴോട്ടേക്ക് ലെഫ്റ്റ്, മുകളിലോട്ടേക്ക് ലെഫ്റ്റ്, താഴോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ചെയ്യുമ്പോൾ റൊട്ടേറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ 2 എണ്ണമായി, നേരത്തെ ഉണ്ടായതും പോയി. അപ്പോൾ ഇനിയും നമുക്ക് ചെയ്ത് നോക്കാം. മുകളിലോട്ടേക്ക് ലെഫ്റ്റ് ലെഫ്റ്റ്, താഴോട്ടേക്ക് റൈറ്റ്, മുകളിലോട്ടേക്ക് റൈറ്റ്, താഴോട്ടേക്ക്, മുകളിലോട്ടേക്ക് ലെഫ്റ്റ് ലെഫ്റ്റ്, താഴോട്ടേക്ക് ലെഫ്റ്റ്, മുകളിലോട്ടേക്ക് ലെഫ്റ്റ്, താഴോട്ടേക്ക്. അപ്പോൾ നമുക്ക് എടുക്കാം ഈ 2 പീസും ശരിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യണ്ട, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. കാരണം ഈ ലെഫ്റ്റ് 2 പീസ് ശരിയാണ്, റൈറ്റ് 2 പീസ് നമുക്ക് ശരിയാവാത്ത 2 പീസുകളാണ് നമുക്ക് സൈഡിൽ വെക്കുന്നത്, നമ്മൾ റൈറ്റ് സൈഡിൽ വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. മുകളിലോട്ടേക്ക് ലെഫ്റ്റ് ലെഫ്റ്റ്, താഴോട്ടേക്ക് റൈറ്റ്, മുകളിലോട്ടേക്ക് റൈറ്റ്, താഴോട്ടേക്ക്, മുകളിലോട്ടേക്ക് ലെഫ്റ്റ് ലെഫ്റ്റ്, താഴോട്ടേക്ക് ലെഫ്റ്റ്, മുകളിലോട്ടേക്ക് ലെഫ്റ്റ്, താഴോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കാം. മുകളിലോട്ടേക്ക് ലെഫ്റ്റ് ലെഫ്റ്റ്, താഴോട്ടേക്ക് റൈറ്റ്, മുകളിലോട്ടേക്ക് റൈറ്റ്, താഴോട്ടേക്ക്, മുകളിലോട്ടേക്ക് ലെഫ്റ്റ് ലെഫ്റ്റ്, താഴോട്ടേക്ക് ലെഫ്റ്റ്, മുകളിലോട്ടേക്ക് ലെഫ്റ്റ്, താഴോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ക്യൂബ് സോൾവ് ആയി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ആക്കി. അപ്പോൾ നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടി കണ്ടു നോക്കിയിട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസിനെ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റിലും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് കേൾക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല കണ്ടന്റും അടുത്തിടയിൽ കാണാം. ബൈ ബൈ.